രാഷ്ട്രീയ പോരാട്ടം മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങാതെ സോഷ്യൽ മീഡിയയിൽ ഒരു ഡിജിറ്റൽ യുദ്ധമായി മാറിയിരിക്കുകയാണ്. മണ്ഡലത്തിലെ പുതിയ സർക്കാർ നഴ്സിംഗ് കോളേജ് ഉദ്ഘാടനത്തെ ചൊല്ലി മന്ത്രി എം.ബി. രാജേഷും മുൻ എം.എൽ.എ. വി.ടി. ബൽറാമും ഫേസ്ബുക്കിൽ നടത്തുന്ന വാക്പോര് തിരഞ്ഞെടുപ്പ് ചൂട് നേരത്തെ തന്നെ മണ്ഡലത്തിൽ എത്തിച്ചുവെന്ന് പറയാം. കോളേജിലെ പഠന സഹായിയായ ഒരു അസ്ഥികൂടത്തെ മുൻനിർത്തി ബൽറാം തൊടുത്തുവിട്ട പരിഹാസ ശരങ്ങൾക്ക് മുൻകാലത്തെ പണി തീരാത്ത കോൺക്രീറ്റ് അസ്ഥികൂടങ്ങളെ എണ്ണിപ്പറഞ്ഞാണ് മന്ത്രി മറുപടി നൽകിയത്. വി.ടി. ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ദേ ഇങ്ങനെയാണ്: അപ്പോൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമില്ലാതെയാണ് പ്രഖ്യാപനങ്ങളും ഉദ്ഘാടന പ്രഹസനങ്ങളുമെന്ന് സമ്മതിച്ചല്ലോ, ആശ്വാസം. അംഗീകാരമില്ലെങ്കിൽ എന്താ, ലോകോത്തര നിലവാരത്തിലുള്ള അസ്ഥികൂടമൊക്കെ റെഡിയാണ്. രോഗികളെ കാത്തിരിക്കുന്ന ഇരുമ്പുകട്ടിലുകൾ തണുപ്പിക്കാൻ ഫാനൊക്കെ ഇപ്പോഴേ ഇട്ടുവെച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ കാലത്തെ പദ്ധതികളുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള എട്ടുകാലി മമ്മൂഞ്ഞു ശ്രമം പിന്നെയും സഹിക്കാം. പക്ഷേ എതിർ സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് ക്യാപ്ഷൻ പോലും കോപ്പി അടിക്കുന്നതൊക്കെ എന്തൊരു ഗതികേടാണ് ബ്രോ. എന്നാൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഉപകരണങ്ങളെ പരിഹസിക്കുന്നത് വികസന വിരോധമാണെന്നായിരുന്നു എം.ബി. രാജേഷിന്റെ മറുപടി. അസ്ഥികൂടങ്ങൾ പലതരമുണ്ട്. മെഡിക്കൽ കോളേജിലും നഴ്സിംഗ് കോളേജിലും ഉള്ളവ പഠന സഹായികളായി എങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഉപകാരമുള്ളവയാണ്. എന്നാൽ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് ആർക്കും ഉപകാരമില്ലാതെ കിടക്കുന്ന കോൺക്രീറ്റ് അസ്ഥികൂടങ്ങൾ കൂറ്റനാട് ടേക്ക് എ ബ്രേക്കായും പിലാക്കാട്ടിരി അംഗനവാടിയായും പട്ടിത്തറ സ്കൂളായും ഒക്കെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. തൃത്താലയ്ക്ക് അതൊരു ഹാബിറ്റ് ആയിരുന്ന കാലവും ഉണ്ടായിരുന്നു. ജൂണിൽ തുടങ്ങുന്ന അധ്യയന വർഷത്തിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും. ഇങ്ങനെ തന്നെയാണ് സർക്കാർ മേഖലയിലെ എല്ലാ നഴ്സിംഗ് കോളേജുകളും ആരംഭിച്ചിട്ടുള്ളത്. ഇങ്ങനെ നീണ്ടു വി.ടി. ബൽറാമിനുള്ള എം.ബി. രാജേഷിന്റെ മറുപടി. ഈ തർക്കം മുറുകിയതോടെ സോഷ്യൽ മീഡിയയിൽ ഇരുപക്ഷവും ചേരിതിരിഞ്ഞുള്ള പോരാട്ടത്തിലാണ്. തൃത്താലയ്ക്കൊരു നല്ല കാലം തിരികെ വരണം, പോത്തിനോട് വേദമോദിയിട്ട് കാര്യമേ ഇല്ല, ജനവിധി രാജേഷിന് എതിരാണ് എന്നിങ്ങനെയുള്ള കമന്റുകളാണ് മന്ത്രിക്കെതിരെ ഇപ്പോൾ വരുന്നത്. വികസനത്തിന് തുരങ്കം വെക്കുന്ന നെഗറ്റീവ് രാഷ്ട്രീയത്തിന്റെ വക്താവാണ് വി.ടി. ബൽറാം. നാടിന് ഉപകാരപ്പെടുന്ന സ്ഥാപനങ്ങളെ താഴ്ത്തിക്കെട്ടുന്നു. മദ്യനയത്തെക്കുറിച്ച് അല്ലാതെ മറ്റൊന്നും സംസാരിക്കാനില്ല ഇവർക്ക്. ബൽറാമിന്റേത് വെറും പബ്ലിസിറ്റി സ്റ്റണ്ട് എന്നിങ്ങനെയാണ് ബൽറാമിന് നേരെയുള്ള കമന്റുകൾ. ട്രോളന്മാരും ഈ അവസരം ശരിക്കും ആഘോഷിക്കുന്നുണ്ട്. സിനിമകളിലെ എട്ടുകാലി മമ്മൂഞ്ഞു കഥാപാത്രവും പഞ്ചാബി ഹൗസിലെ ബോർഡ് വെക്കുന്ന സീനുകളുമെല്ലാം രാഷ്ട്രീയ പരിഹാസങ്ങളായി ധാരാളമായി ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നു. ചുരുക്കത്തിൽ തൃത്താലയിലെ ഈ ഡിജിറ്റൽ യുദ്ധം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ചൂട് നേരത്തെ തന്നെ മണ്ഡലത്തിൽ എത്തിക്കുമ്പോൾ അസ്ഥികൂടം പഠന സഹായിയാണോ അതോ വികസന മുരടിപ്പിന്റെ അടയാളമാണോ എന്ന് വരും ദിവസങ്ങളിൽ ജനങ്ങൾ തന്നെ വിലയിരുത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.